നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസിൽ വീണ്ടും ശശി തരൂർ ശ്രദ്ധാകേന്ദ്രമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കേട്ടത് തരൂരിനെതിരെ ഉള്ള വിവാദങ്ങൾ ആയിരുന്നെങ്കിൽ ശശി തരൂരിനെ വെറുതെ കയറി കിളക്കരുത്, അതായത് വെറുതെ കയറി ചൊറിയരുത് എന്ന് AICCയിൽ നിന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ PCCക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ അറിയിച്ചു കഴിഞ്ഞു. അതായത് ശശി തരൂരും രാഹുൽ ഗാന്ധിയും ഈ വരുന്ന 21-ന് വീണ്ടും ഒരുമിച്ച് കാണും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇനി മുതൽ കേരളത്തിലെ എല്ലാ പരിപാടികളിലും ശശി തരൂരിനെ കൂടെ നിർത്തണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞു, നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. തരൂരിനെ ഒരു പരിപാടികളിലും നിന്നും ഒഴിവാക്കരുത്, തരൂരിനെ കൂടെ നിർത്തണം എന്നാണ് രാഹുൽ ഗാന്ധി PCCക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് തരൂര് രാഹുൽ കൂടിക്കാഴ്ച ഉടൻ തന്നെ ഉണ്ടാകും, മഞ്ഞുരുകും എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. തരൂരിന് ഒരിക്കലും കോൺഗ്രസ് വിട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അറിയാം. ആയതുകൊണ്ട് തന്നെ തരൂരിനെ കൂടെ നിർത്തിയാൽ ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തരൂരിനെ മത്സരിപ്പിച്ചാൽ കേരളത്തിലെ മധ്യവർഗവും അതായത് യുവജനങ്ങൾക്കും തരൂരിനെ ഇഷ്ടമാണെന്നും രാഹുൽ ഗാന്ധിക്ക് അറിയാം. ആയതുകൊണ്ട് തന്നെ പാർട്ടി വൃത്തങ്ങൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ജൂലൈ 21-ന് അദ്ദേഹം തരൂരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരല്പം ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ഒന്നുകൂടെ മറ്റൊന്നുകൂടെ നമുക്ക് പറയാനുണ്ട്. പുതുപ്പള്ളിയിൽ ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട നമ്മുടെ പഴയ മുഖ്യമന്ത്രി, ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവരുടെ 2ാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം വിദേശത്തായതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന മെസ്സേജും നൽകുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഫ്ലാഷ് ബാക്ക് മറ്റൊന്നുമല്ല, ശശി തരൂർ എങ്ങനെയാണ് AICCക്കും കോൺഗ്രസ് നേതൃത്വത്തിനും അതായത് രാഹുൽ ഗാന്ധി കുടുംബത്തിന് തലവേദനയായി എന്ന് ചോദിച്ചാൽ AICC മല്ലികാർജുൻ ഖാർഗെ എന്ന അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പ്രസിഡന്റിനെ നിർത്തുന്നതിന് മുമ്പ് ഒരു മത്സരത്തിന് തയ്യാറായ ഒരേ ഒരു വ്യക്തി ശശി തരൂരാണ്. ആ ശശി തരൂരിന് ഇവിടെ കേരളത്തിൽ നിന്ന് ശബരിനാഥനും MK രാഘവൻ അടങ്ങിയവരൊക്കെ തന്നെ വോട്ട് ചെയ്തിരുന്നു അന്ന്. അപ്പോൾ ഏതായാലും മല്ലികാർജുൻ ഖാർഗെ വന്നെങ്കിലും കോൺഗ്രസിൽ ഒരു മത്സരം, AICCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു മത്സരം കാഴ്ചവെക്കാൻ തരൂരിന് കഴിയുകയുണ്ടായി. തരൂരിനെ ഇപ്പോൾ BJP ഗവൺമെന്റ് നരേന്ദ്രമോദി ഇപ്പോൾ ഈ നമ്മുടെ പഹൽഗാം ആക്രമണത്തിന് ശേഷം പിന്നെ നയതന്ത്ര ബന്ധങ്ങളുമായി നയതന്ത്ര ചർച്ചകൾക്കായി ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അയച്ച അംഗങ്ങളുടെ കൂട്ടത്തിൽ കോൺഗ്രസ് നിർദ്ദേശിക്കാതിരുന്നിട്ടും നരേന്ദ്രമോദി അദ്ദേഹത്തെ നിർദ്ദേശിച്ചതും അദ്ദേഹത്തിന്റെ വിദേശ രാജ്യങ്ങളിലുള്ള ബന്ധവും അദ്ദേഹത്തിന്റെ കഴിവും ഒക്കെ അറിഞ്ഞിട്ട് മോദി കൂടെ കൊണ്ടുപോയതും കോൺഗ്രസിനകത്തെ ചില പുഴുക്കുത്തുകൾക്ക് ഇഷ്ടമുണ്ടായില്ല. ഏതായാലും എന്തുകൊണ്ട് തരൂരിനെ രാഹുൽ ഗാന്ധി കൂടെ നിർത്തുന്നു? മാത്രമല്ല ഹൈക്കമാൻഡിലെ ഒത്തിരി നേതാക്കൾക്ക് പുറമേ കാണിക്കുന്നില്ല എങ്കിലും തരൂരിനെ വളരെ താല്പര്യം എന്ന് ചോദിച്ചാൽ അദ്ദേഹം യു.എനിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ട് നിരവധി മറ്റ് രാഷ്ട്രങ്ങളിലെ തലവന്മാരുമായി ബന്ധപ്പെട്ട് പല കോൺഗ്രസ് നേതാക്കൾക്കും പല ഇടപാടുകളും ചെയ്തു കൊടുക്കാൻ തരൂരിനെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നത് സത്യമാണ്. ആയതുകൊണ്ട് തന്നെ തരൂരിനെ അവർ ഉപേക്ഷിച്ചാൽ തരൂർ അവരുടെയൊക്കെ ചില ഇടപാടുകൾ, ചില വിദേശ ബന്ധങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാലോ അത് ഒന്നാമത് BJP ഇത്രയും ശക്തി പ്രാപിച്ചു നിൽക്കുന്ന അവസരത്തിൽ തങ്ങൾക്കൊരു കേടാകില്ലേ എന്നവർ ചിന്തിക്കുന്നത് കൊണ്ടും ഭയക്കുന്നത് കൊണ്ടും ആണ് അദ്ദേഹത്തെ വിടാത്തതും അദ്ദേഹത്തെ കൂടെ നിർത്തുന്നതും. തദ്വാര രാഹുൽ ഗാന്ധി പോലും അദ്ദേഹത്തെ വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ പല രഹസ്യങ്ങളും അദ്ദേഹത്തിൻ്റെ വിദേശ രാജ്യങ്ങളിലെ ഉണ്ടായിട്ടുള്ള ഒരുപാട് അക്കിടികളും മറ്റും ഒക്കെ തന്നെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് മറ്റാർക്കും അറിയാവുന്നതിനേക്കാൾ ശശി തരൂരിന് അറിയാം. അപ്പോൾ നമ്മളിവിടെ ഒന്നുകൂടെ ചേർത്ത് പറയേണ്ടി വരും, പെട്ടിതൂക്കികൾക്കും വിഴുപ്പലക്കുകൾക്കും അതുപോലെ തന്നെ വെള്ളം കോരികൾക്കും ആണ് ഇവിടെ കോൺഗ്രസിൽ സ്ഥാനമെന്ന് K. മുരളീധരൻ പറഞ്ഞതുകൂടെ നമ്മളിവിടെ പറയേണ്ടി വരും. തരൂർ ഒരു വേള തനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത എന്തുകൊണ്ടും ഉണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്നുണ്ടായതായിരുന്നു K. മുരളീധരന്റെ ആ പ്രസ്താവന. എന്നാൽ K. മുരളീധരൻ ആ പറഞ്ഞു വെച്ചത് ശരി തന്നെയാണ്. K. മുരളീധരൻ ഒരിക്കലും ആരെയും വിഴുപ്പലക്കിയിട്ടില്ല, K. മുരളീധരൻ ആരുടെയും ചുവട് താങ്ങിയിട്ടില്ല, ആർക്കും പാദസേവയും ചെയ്തിട്ടില്ല. അപ്പോൾ തനിക്കും ശശി തരൂരിന്റെ അവസ്ഥയാണ് എന്നുകൂടി കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ K. മുരളീധരൻ വാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച് പറയുകയുണ്ടായിരുന്നു. ഏതായാലും കോൺഗ്രസിൽ പെട്ടുതൂക്കികളും പിന്നെ എന്താ പറയുക പാദസേവകരുടെയും ഒക്കെ ഇടയിൽ ശശി തരൂരിനെ പോലെ വാഗ്മിയായ ഒരു വ്യക്തിയെ മത്സരത്തിന് ഇറക്കിയാൽ യുവജനതയ്ക്ക് അദ്ദേഹത്തോട് ഭയങ്കര മതിപ്പാണെന്നും മധ്യവർഗത്തിന് അദ്ദേഹത്തിനെ വളരെ മതിപ്പാണെന്നും പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ കുടുംബത്തിനും അതായത് മുസ്ലിം സമുദായത്തിനും ക്രിസ്ത്യൻ സമുദായത്തിനും തങ്ങളോട് ശശി തരൂരിനോട് ഏറ്റവും വലിയ കാര്യമാണെന്നും രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നു. അതിന് ഉദാഹരണമാണ്
മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടിയന്തരാവസ്ഥയുടെ വാർഷികം ആഘോഷിക്കുമ്പോൾ തരൂരിനെ വളരെയധികം ശശി തരൂരിൻ്റെ ഒരു ലേഖനം ദീപിക ദിനപത്രത്തിൽ വന്നതും അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ചില പ്രവർത്തനങ്ങൾ മോശമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തരൂർ എഴുതിയ ഒരു ലേഖനം ദീപിക ദിനപത്രം കൊടുക്കുമ്പോൾ അതിൽ ക്രിസ്ത്യൻ സഭകളുടെ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് ദീപികയിലൂടെ പറയാതെ പറയുകയാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാനുള്ള രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നു ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിന് AICC അതായത് ഹൈക്കമാൻഡിന് കേരളം വേണം, കേരളത്തിൽ ഭരണം വേണം, ഇല്ലെങ്കിൽ അവരുടെ കേന്ദ്രത്തിലെ നിലനിൽപ്പിന് AICCയുടെ നിലനിൽപ്പ്, ഹൈക്കമാൻഡിന്റെ നിലനിൽപ്പിന്, കോൺഗ്രസിന്റെ നിലനിൽപ്പിന് ഇന്ത്യയിൽ വളരെ കോട്ടം തട്ടും. അതുകൊണ്ട് ശശി തരൂരിനെ പോലെ ഒരു വാഗ്മിയെ കേരളത്തിൽ നിർത്തി വിജയിപ്പിച്ച് മന്ത്രിസഭയിൽ അംഗമാക്കുകയോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കണോ എന്നുള്ള തീരുമാനമൊക്കെ പിന്നീട് എടുത്താലും മതിയല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിനെ നിങ്ങൾ PCC അതായത് KPCCയിൽ അറിയിച്ചു, നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ കൂടെ നിർത്തുക. കേരളത്തിൽ ഇനി നടക്കുന്ന ഏത് പരിപാടികളിലും പാർട്ടി പരിപാടികളിലും തരൂരിനെ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഈ വരുന്ന ഇലക്ഷനിൽ തരൂരിനെ ചില കാര്യങ്ങൾ അതായത് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും, ഏതാണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ പാർട്ടിയുടെ ചുക്കാൻ പോലും അദ്ദേഹത്തിനെ ഏൽപ്പിക്കാൻ രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ചില തീരുമാനങ്ങളുണ്ട്. തരൂര് വീണ്ടും ഒരിക്കൽ കൂടി MP ആയി വരുമ്പോൾ, തിരുവനന്തപുരം MP ആയി വരുമ്പോൾ തരൂർ എന്ന വ്യക്തിയുടെ വ്യക്തിമാഹാത്മ്യം കൊണ്ട് മാത്രമാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം ഇത്തവണയും MP ആയത്. അപ്പോൾ കേരളത്തിൽ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തരൂരിനെ കോൺഗ്രസ് കൂടെ നിർത്തിയാൽ അത് ഒരു കോൺഗ്രസിന് കേരളത്തിൽ ഭരണം പിടിക്കുന്നതിന് കഴിയും എന്ന് രാഹുൽ ഗാന്ധി ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് തരൂരും കോൺഗ്രസും അതായത് AICCയും തമ്മിലുള്ള വഷളായ ബന്ധം തീരുന്നു, അതിനൊരു അവസാനം ഉണ്ടാകുന്നു. തരൂർ ഇതാ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന ഒരു ശുഭവാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്.